ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ട് നിന്നത്. നമുക്കൊരു ക്വസ്റ്റ്യനോട് നോക്കാം. ഇവിടെ നമുക്ക് 2010ലെയും 2011ലെയും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ് ഫിഗർ തന്നിട്ടില്ല, നമ്മൾ കമ്പയർ ചെയ്തെടുക്കുക. അതായത് 2 വർഷത്തെ ഉണ്ട്. അപ്പോൾ ചേഞ്ചസ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്ത ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഷെയർ ക്യാപിറ്റൽ നമ്മൾ എവിടെയാണ് എടുക്കുന്നത്? ഷെയർ ക്യാപിറ്റൽ നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റി, ഡിബഞ്ചറും ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് കാണുക. ക്രെഡിറ്റേഴ്സ് അല്ലേ, ക്രെഡിറ്റേഴ്സിൻ്റെ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലയബിലിറ്റി ആണ് അല്ലേ. ക്രെഡിറ്റേഴ്സ് നമ്മൾ അപ്പോൾ എവിടെ കാണിക്കും? കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലും ഉണ്ടാകുന്ന ഡിഫറൻസ് നമ്മൾ ഏതിലാണ് കാണിക്കുക? നോർമലി നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് കാണിക്കുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് അതും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അക്കൗണ്ട് അല്ല ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. സ്റ്റാർട്ടിങ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ക്യാഷിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടെന്നുള്ളത് നമ്മൾ എവിടെ എഴുതും? ഇത് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിയർ ഓപ്പണിംഗ് ക്യാഷ് തന്നിട്ട് ക്യാഷ് എത്രയാണ്? 4500, 3900 അല്ലേ. എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ എഴുതും അല്ലേ. ക്യാഷ്, അതായത് ഈ ക്യാഷാണ് നമ്മുടെ എന്ത് പറയുന്നത്? ഓപ്പണിംഗ് ക്യാഷായിട്ട് കാണുന്നത്. അതായത് 2010 4500 രൂപ, 2011 3900 ഉള്ളൂ അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ? 600 രൂപയേ ഉള്ളൂ. അതാണ് നമ്മൾ ബിഗിനിങ് ആയിട്ട് എടുക്കുന്നത്. ബുക്ക് ഡെപ്റ്റ് നമ്മൾ എവിടെ എടുക്കും? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സ്റ്റോക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ലാൻഡ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എവിടെയാണ് കാണിക്കുക? അതും നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് കാണിക്കുക. ദെൻ നമുക്ക് ഇതിൻ്റെ കൂടെ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ അവൈലബിൾ. ഡിവിഡൻഡ് കൊടുത്തിട്ട് ഉണ്ട്. ഡിവിഡൻഡ് കൊടുത്താൽ നമ്മൾ എവിടെയാണ് കാണിക്കുക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ അല്ലേ. ലാൻഡ് വാസ് പർച്ചേസ്ഡ് ഫോർ 5000, 5000 രൂപയുടെ ലാൻഡ് വാങ്ങിയിട്ടുണ്ട്. എവിടെ കാണിക്കും? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ട്. ആൻഡ് പെയ്ഡ് അമോൺസ്ട്രേഷൻ ഓഫ് ഗുഡ് വിൽ എമൗണ്ട് ടു 2500 രൂപയുടെ ഗുഡ് വില്ല് അമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ തന്നെ പഠിച്ചാണല്ലേ. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷനെയാണ് നമ്മൾ അമോർട്ടിസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് വിൽ അമോർട്ടിസേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി തള്ളി അല്ലേ, അത് കുറയ്ക്കണം. ഡിബഞ്ചർ വാസ് റീപെയ്ഡ്. ഡിബഞ്ചർ 3000 കൊടുത്തിട്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഹെഡിങ് കൊടുക്കുക ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഹിയർ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ദെൻ നമ്മൾ ഈ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് 5020 5280 ആണ്. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് എത്ര രൂപേൻ്റെ ഡിഫറൻസ് ഉണ്ടായി? 260 രൂപേൻ്റെ ഡിഫറൻസ് ഉണ്ടായി. അപ്പോൾ ആ 260 രൂപ നിങ്ങളെവിടെ കാണിച്ചാൽ മതി? എമൗണ്ട് കോളത്തിൽ വരച്ചാൽ മതി. നിങ്ങൾക്ക് 2 കോളമായിട്ട് എമൗണ്ട് കോളമായിട്ട് വേണമെങ്കിൽ വരക്കാം. അപ്പോൾ ഈ 260 രൂപ ഡിഫറൻസ് ഉണ്ടായത് മാത്രം നമ്മളെവിടെ കാണിച്ചാൽ മതി? എമൗണ്ട് കോളത്തിൽ കാണിച്ചാൽ മതി. നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആഡ് നോൺ ക്യാഷ് ഐറ്റംസ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ. നോൺ ക്യാഷ് ഐറ്റംസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തത് വരുന്നത് നിങ്ങൾ നോക്കുക, നമ്മൾ ഡിവിഡൻഡ് കൊടുത്തിട്ട് ഉണ്ട് അല്ലേ. ഡിവിഡൻഡ് കൊടുത്തതായിട്ട് നമുക്ക് എവിടെ തരുന്നുണ്ട്? അഡീഷണൽ ഇൻഫർമേഷൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഡിവിഡൻഡ് പെയ്ഡ് ടു ₹1750 രൂപ. അത് നമ്മൾ ആഡ് ചെയ്യുക. ഡിവിഡൻഡ് പെയ്ഡ് ചെയ്തത് 1750. അടുത്ത ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. നമ്മൾ അമോർട്ടിസേഷൻ്റെ കേസ് പറഞ്ഞിരുന്നു. നോക്കുക, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ദി അമോർട്ടിസേഷൻ ഓഫ് ഗുഡ് വിൽ എമൗണ്ട് ടു 2500 രൂപ. അമോർട്ടിസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി തള്ളി ഡിപ്രീസിയേഷനായിട്ട് മാറ്റി വെച്ചു എന്നാണ്. ഇൻ കേസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഡിപ്രീസിയേഷൻ ഈസ് നോൺ ആസ് അമോർട്ടിസേഷൻ. അപ്പം ഇവിടെ ഗുഡ് വില്ലെന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതിൻ്റെ അമോർട്ടിസേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷനാണ്. അപ്പോൾ 2500 രൂപ എഴുതി തള്ളി എന്ന് പറഞ്ഞാൽ ബാക്കി മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പം നോക്കുക ഇവിടെ എന്തുണ്ടായി, ഗുഡ് വില്ല് 5000 ആയിരുന്നു, 2500 ഉള്ളു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലും പറയുന്നത്, 2500 എഴുതി തള്ളി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ എമൗണ്ട് ആഡ് ചെയ്യുക, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 2500 രൂപ. ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ഐറ്റംസ് എടുത്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, അതായത് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റീൻ്റെയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഐറ്റംസാണ് നമ്മൾ ഇപ്പോൾ എഴുതിയിട്ട് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതൊന്ന് രണ്ടും കൂടെ ഇപ്പം നമ്മൾ ചെയ്തത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ, അതായത് 3 ഒന്ന് 260, 1750, 2500 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 4510. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉണ്ട്. ഇനി ആഡ് ചെയ്യേണ്ടത് അല്ലേ, ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് അല്ലേ, ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ക്രെഡിറ്റേഴ്സ് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കുക. ക്രെഡിറ്റേഴ്സ് 5180 ആയിരുന്നത് 5920 ആയി. അപ്പോൾ എന്ത് ചെയ്തു, ക്രെഡിറ്റേഴ്സ് കൂടിയിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് എത്ര കൂടി, 740 രൂപ കൂടിയിട്ടുണ്ട്. ആ ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അപ്പോൾ ആഡ് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്, ലയബിലിറ്റി കൂടിയ ആഡ് ചെയ്യണം. ദെൻ ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ദെൻ അടുത്ത ഐറ്റംസ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 350 ആയിരുന്നു, 400 ആയി. കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലേ. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ദെൻ ഡിക്രീസ്, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇവിടെ കറണ്ട് അസറ്റിന് ഏതിനാണ് കുറവ് വന്നിട്ടുള്ളതെന്ന് നോക്കുക. നിങ്ങളുടെ സ്റ്റോക്ക് നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ നോക്കുക. സ്റ്റോക്ക് 24,600 ആയിരുന്നു, 21,350 ആയിട്ട് മാറി. അതായത് സ്റ്റോക്കിൽ എത്ര രൂപേൻ്റെ കുറവുണ്ടായി, 3250 രൂപേൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട്. 3250 രൂപേൻ്റെ കുറവ് സ്റ്റോക്കിലുണ്ടായിട്ടുണ്ട്. ആ കുറവ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ്, ഇനി ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുകയും കറണ്ട് ലയബിലിറ്റി കൂടുകയും ചെയ്ത ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് പോയിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ ആഡ് ചെയ്യാം. ഇപ്പോൾ ചെയ്തത് നമുക്ക് ഇതുമായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 8510 കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റിയിൽ കുറവ് വന്നത് ഉണ്ട്. അതായത് നോക്കുക, ലെസ് ഇൻക്രീസ് ഇൻ ബുക്ക് ഡെപ്റ്റ്. ബുക്ക് ഡെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ബുക്ക് ഡെപ്റ്റ് എത്രയായിരുന്നു, ബുക്ക് ഡെപ്റ്റ് എത്രയാണ്, ബുക്ക് ഡെപ്റ്റ് 7410 ആയിരുന്നു, 8850 ആയിട്ടുണ്ട്. അതായത് ബുക്ക് ഡെപ്റ്റ് 1400 രൂപ കൂടിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഓക്കെ, ബുക്ക് ഡെപ്റ്റ് ലെസ് ചെയ്യുക. ദെൻ വേറെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. കറണ്ട് അസറ്റ് കുറഞ്ഞതും കറണ്ട് അസറ്റ് കൂടിയതും കറണ്ട് ലയബിലിറ്റി കുറഞ്ഞതുമായിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി ഇല്ല അല്ല. സ്റ്റോക്ക് എടുത്തു, ബുക്ക് ഡെപ്റ്റ് നമ്മൾ എടുത്തു, ഈ സൈഡിലാണ് ക്രെഡിറ്റേഴ്സ് എടുത്തു, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ അങ്ങനത്തെയുള്ള എല്ലാ ഐറ്റംസും വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിൻ്റെയും എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1400 എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള 8510 ഇതെന്താണ്, ലെസ് ചെയ്യാനുള്ള ഐറ്റമാണ്. അപ്പോൾ 1400 ലെസ് ചെയ്യുമ്പോൾ 7150 കിട്ടും. അതാണ് അതായത് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടി. ദെൻ അടുത്തത് ഏതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി വരുന്നതാണ് പർച്ചേസ് ഓഫ് എ ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ നോക്കുക, ലാൻഡ് പർച്ചേസ്ഡ് 5000 രൂപേന് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, ലാൻഡ് പർച്ചേസ്ഡ്. ദെൻ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി ഏതെങ്കിലും ഉണ്ടോ, ഇല്ല. സോ എന്ത് ചെയ്യുക,
ഇവിടെ ലാൻഡ് കാണിക്കുന്നുണ്ട് നോക്കുക, 10,000 ആയിരുന്നു 15,000 ആയി. അതേ കാര്യം തന്നെയാണ് എന്ത് പറയുന്നത്, അഡീഷണൽ ഇൻഫർമേഷനിലും പറയുന്നത് 5,000 രൂപേൻ്റെ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ 10,000 15,000 ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, 5,000 കൂടി, ഒറ്റ ട്രീറ്റ്മെൻറ്റ് മതി. അത് ഒറ്റ കാര്യം തന്നെയാണ്, രണ്ട് ഭാഗത്തും ഉണ്ട്. നെക്സ്റ്റ് നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. ഈ 5,000 ഇവിടെ വേറെ ഒന്നുമില്ല, അപ്പോൾ മൈനസ് ചെയ്യാനുള്ള 5,000 തന്നെയാണ്. 5,000 നഷ്ടമാണ് നമുക്ക് എവിടെയുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. അതുകൊണ്ട് അത് ബ്രാക്കറ്റ് ഇട്ട് വെക്കുക. അടുത്തത് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്, നമുക്ക് ചെയ്യാം. ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് ഐറ്റം വരെ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഐറ്റംസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. റിഡംഷൻ ഓഫ് ഡിബഞ്ചറിന് തൊട്ട് മുന്നായിട്ട് ഒരു ഐറ്റംസ് കൂടെ വരും, ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ ഇഷ്യൂ ഉണ്ട്. എത്രയാണ് വരുന്നത്, ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 35,000 ആയിരുന്നു, 37,000 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 2,000 രൂപേൻ്റെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടുത്തെ ഫസ്റ്റ് ഐറ്റം ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് ഐറ്റം ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർസ് എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുക. ഫസ്റ്റ് ഐറ്റം എത്രയാണ്, 2,000. അടുത്തത് ഡിബഞ്ചറാണ്. ഡിബഞ്ചറിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, 6,000 ആയിരുന്നു 3,000 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ റീപേ ചെയ്തു. അത് തന്നെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലും പറയുന്നത് ഡിബഞ്ചർ വെയർ റീപെയ്ഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 3,000 രൂപേൻ്റെ റീപേ ചെയ്തിട്ടുണ്ട്, റീപെയ്ഡ് തിരികെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഡിബഞ്ചർ റീപെയ്ഡ് ചെയ്തതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഡൻഡ് പെയ്ഡ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചറിൻ്റെ റിഡംഷൻ എത്രയാണ്, 3,000. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്. ഇനി നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഒരു ഐറ്റംസാണ് നമ്മുടെ വരുന്നത്. ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്താണ് ഡിവിഡൻറ്റ് പെയ്ഡ് എമൗണ്ട് ടു 1,750 രൂപ. ഡിവിഡൻറ്റ് കൊടുത്തിട്ട് ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിൽ ഇല്ല, അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമാണ് വരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രം വരുന്ന ഐറ്റംസിന് എന്തുണ്ടായിരിക്കും, നമുക്കറിയാം 2 ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഐറ്റംസിന് 2 ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, നോർമലി നമുക്കറിയാവുന്നതാണ്. സോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഡിബഞ്ചർ എൻ്റെ ഈ കേസ് വരുമ്പം എവിടെ ഡിവിഡൻറ്റ് പെയ്ഡ്, ഇവിടെ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. നമ്മൾ അവിടെ ആഡ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, 1,750 രൂപ. ഇപ്പോൾ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മെയിൻ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫർമേഷൻ അല്ല, ഇവിടെയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒറ്റ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നതുകൊണ്ടാണ് 2 ഇടത്ത് നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ളത്. ഓക്കെ, ഞാനത് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പം നോട്ട് തന്നു ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ഇത്രയാണ് നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ഐറ്റം ഏതാണ്, ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർസ് അല്ലെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ളത് കൊടുക്കുക. എത്രയാണ്, 2,000. ദെൻ റിഡംഷൻ റീപെയ്ഡ് 3,000 ആണ്. 3,000 എന്ത് ചെയ്തു, തിരികെ കൊടുത്തത് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബ്രാക്കറ്റിൽ കാണിച്ചത്. ദെൻ ഡിവിഡൻറ്റ് പെയ്ഡ്, ഡിവിഡൻറ്റും കൊടുത്തതാണ്. ഡിവിഡൻറ്റ് നമുക്ക് മെയിൻ ക്വസ്റ്റ്യനിലല്ല, അഡീഷണൽ ഇൻഫർമേഷനിൽ മാത്രമാണ്. അഡീഷണൽ ഇൻഫർമേഷൻ എന്നാൽ നമുക്കറിയാം അല്ലേ, അതിന് ട്രീറ്റ്മെൻറ്റ് 2 അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ എന്ത് ചെയ്യുക, മറ്റേതൊക്കെ എന്തുണ്ട്, മെയിൻ ക്വസ്റ്റ്യനിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് മെയിൻ ക്വസ്റ്റ്യനിലുള്ള കാര്യം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നോടെ പറഞ്ഞിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2,750 വരുന്നത്. 3 2 5 വരും, 2,000 ആഡ് അല്ല, ഇവിടെ ലെസ് ചെയ്യാനാണ് കൂടുതൽ, ആഡ് ചെയ്യാൻ 2,000 മാത്രമേ ഉള്ളൂ. സോ 2,750 വരും. നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ്. ദെൻ ക്യാഷ് ആൻഡ് നെക്സ്റ്റ് ഐറ്റംസ് വരുന്നത് ഇതാണ്, നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റി. ദെൻ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള 3 കൂടി എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ചെയ്യാനുള്ള ആഡ് ചെയ്യുക, ലെസ് ചെയ്യാനുള്ള ലെസ് ചെയ്യുക. ആദ്യത്തെ 7,000, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ളത് എത്രയായിരുന്നു,
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് വന്നിട്ടുള്ളത് 8500. പിന്നെ ലാസ്റ്റ് വരുമ്പം 7150 ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ മൈനസാണ്. അതുപോണക്ക് നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെയും മൈനസാണ് വരുന്നത്. അപ്പം മൊത്തത്തിൽ 7150 5000 2750 ലെസ് ചെയ്യുമ്പോൾ 6000 നമുക്ക് മൈനസ് ഫിഗറാണ് വരുന്നത്. ദെൻ ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് എ ബിഗിനിങ്ങിലെ ക്യാഷ് ഈക്വലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യാഷ് അതായത് 4500 ആയിരുന്നത് ഈ വർഷം എത്രയാണ് 3900 ആയിട്ട് മാറിയിട്ട് ഉണ്ട്. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൻ്റെ ചേഞ്ചസ് എത്രയാണ് ഉണ്ടായിട്ടുള്ളത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ദി ബിഗിനിങ് ആരംഭത്തിലുള്ളത് എത്രയാണ് 4500 രൂപയാണ് ഉള്ളത് അല്ലേ. 4500 രൂപയാണ് ബിഗിനിങ്ങിൽ ഉള്ളത്. അതായത് ഇവിടെ നോക്കുക, ബിഗിനിങ് 4500 ഇത് ക്ലോസിങ് വരുന്നതാണ്. അതായത് നിങ്ങളുടെ 2010 ക്ലോസിംഗ് ബാലൻസ് ആണ് 2015 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് തരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 2010 4500 രൂപ തന്നെയാണ് ബിഗിനിങ് ആയിട്ട് എടുക്കുക. 4500 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം 600 മൈനസാണ് വരുന്നത് കൊണ്ട് ഈ 4500 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് 600 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3900 ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ദി എൻഡ് കിട്ടുന്നത്. അല്ല ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എത്രയാണ് 3900 വരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിളാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഏതാണെന്ന് നോക്കിയാൽ മതി. മാക്സിമം നിങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെയാണ് വരുള്ളൂ. നമുക്കിനി പ്രോബ്ലം അഡീഷണൽ ചെയ്യാം. ഓക്കെ.